afternoon all. Good afternoon, Miss. Good afternoon, ma'am. Good afternoon. Okay, class start ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രേഡ് യൂണിയൻസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതില് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രേഡ് യൂണിയനും അതുപോലെ തന്നെ റീസൺസ് ഫോർ എംപ്ലോയി ജോയിൻ ട്രേഡ് യൂണിയൻ, ഇതിലെല്ലാ പോയിന്റ്സും കംപ്ലീറ്റ് ചെയ്തില്ലേ? ഇനി നെക്സ്റ്റ് നമ്മള് ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രേഡ് യൂണിയൻ അല്ലേ അടുത്തത് ഇനി നോക്കാനായിട്ടുള്ളത്. ഒബ്ജക്റ്റീവ് പറഞ്ഞില്ലല്ലോ. ഓക്കെ, സോ ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രേഡ് യൂണിയൻ. അപ്പൊ നമ്മൾ ട്രേഡ് യൂണിയൻ എന്താണ്, അതിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ട്രേഡ് യൂണിയന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ടാർഗറ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ കമ്പൽസറി ആയിട്ട് പഠിക്കണം കേട്ടോ. നോക്കാം ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. To provide income security, to provide job security, to preserve and develop physical security, to provide social security, to provide emotional security, to maintain political influence, to ensure industrial democracy and encourage. Enquiry ആണോ 7th പോയിന്റിലെ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്? ടു എൻഷുർ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി ആൻഡ് എൻക്വയറി എന്നാണോ കൊടുത്തിരിക്കുന്നത്? ഇക്വിറ്റി എന്നാക്കാം കേട്ടോ, അത് ഇക്വിറ്റി എന്നാക്കാം കേട്ടോ. ഇക്വിറ്റി, EQUITY, ഇക്വിറ്റി, ഇക്വാളിറ്റി, സമത്വം എന്നൊക്കെ ഉള്ള ഒരു മീനിങ് കേട്ടോ. ഇക്വിറ്റി എന്നാക്കാം കേട്ടോ. അത് നമുക്ക് വായിക്കുമ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം കേട്ടോ. സോ ഒബ്ജക്റ്റീവ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ആണ് ടു പ്രൊവൈഡ് ഇൻകം സെക്യൂരിറ്റി. അല്ലെ, എംപ്ലോയീസിന് ഇൻകം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാന്ന് നോക്കാം. ട്രേഡ് യൂണിയൻസ് യൂസ് കളക്റ്റീവ് ആക്ഷൻസ് ഫോർ ഗെറ്റിംഗ് ദെയർ വർക്ക് ഡൺ, which is generally related to the improvement of wages of the employee as well as better working condition. അല്ലെ, നമ്മൾ പറഞ്ഞു ഇപ്പോ എംപ്ലോയീസിന് വർക്കിംഗ് കണ്ടീഷൻ ബെറ്റർ ആക്കാനും അതുപോലെ തന്നെ എന്താണ് അവർക്ക് നല്ലൊരു സാലറി. ഇപ്പൊ ഒരു കമ്പനിയിൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ സാലറി കുറവാണ്, ഇപ്പൊ സാലറി കൂട്ടുന്നില്ല. സോ ഈ ഒരു ട്രേഡ് യൂണിയൻ വഴി അവർക്ക് കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെ അതിനുള്ള ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ അവർക്ക് ലഭിക്കും. സോ നമ്മുടെ ഇൻകം സെക്യൂരിറ്റിക്ക് ഏറ്റവും ഇൻകം സെക്യൂരിറ്റി ആണ് ട്രേഡ് യൂണിയൻ ലക്ഷ്യം. ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ അങ്ങനെയുള്ള കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ സാലറി കൂട്ടാനോ അല്ലെങ്കിൽ വർക്ക് കണ്ടീഷൻസ് ബെറ്റർ ആക്കാനോ, ചിലപ്പോൾ വർക്കിംഗ് ലോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് വർക്കിംഗ് അവേഴ്സ് കൂടുതലായിരിക്കാം, എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ട്രേഡ് യൂണിയനെ സമീപിക്കുന്നത് അല്ലെ. ട്രേഡ് യൂണിയൻ എന്ത് ചെയ്യും? കളക്റ്റീവ് ആയിട്ടുള്ള കൂട്ടായിട്ടുള്ള ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങൾ വഴി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ലഭിക്കുന്നു. Hence, it has been said that trade union makes effort to improve economic aspects of employee life. അല്ലെ, അതിനാൽ എന്താണ് ട്രേഡ് യൂണിയൻ നമ്മുടെ ഓരോ എംപ്ലോയീസിന്റെ ലൈഫിലും സാമ്പത്തികമായിട്ടുള്ള അല്ലെ സാമ്പത്തികമായിട്ടുള്ള ഇക്കണോമിക് ആസ്പെക്ട്സ്, സാമ്പത്തിക വശങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് ട്രേഡ് യൂണിയൻ ഒരു വിധത്തില് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും എംപ്ലോയീസിന് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോ അതിനെല്ലാം ട്രേഡ് യൂണിയൻ നമ്മളോടൊപ്പം അല്ലെ ആക്റ്റീവ് ബാർഗൈനിങ് ചെയ്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നേടിത്തരാനായിട്ട് ട്രേഡ് യൂണിയൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്? ഓക്കെ ആണോ? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ? എന്ത് പറ്റി? ഊണൊക്കെ കഴിച്ച് ഉറക്കത്തിലാണോ എല്ലാവരും? ഇല്ല, എല്ലാവരും ക്ലാസ്സിൽ തന്നെ ഉണ്ടല്ലോ. റെസ്പോണ്ട് ഒക്കെ ചെയ്യാട്ടോ ക്ലാസ്സില്. നമുക്ക് ആദ്യം വന്നവരല്ലേ ക്ലാസ് ഉള്ളൂ. സോ നിങ്ങളും റെസ്പോൺസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും നല്ല രീതിയിലുള്ളത് എന്താ പറയാ നമുക്കൊരു സപ്പോർട്ട് വേണ്ടേ? ഓക്കെ, ഉറക്കമൊക്കെ വരും എന്തായാലും. എന്താണ് കേട്ടിരിക്കാൻ ചറമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ല ഉറങ്ങേണ്ട സമയമാണ് അല്ലെ. എങ്കിലും പഠിക്കണമല്ലോ നമുക്ക്. ഓക്കെ, സോ ഇനി നമുക്ക് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് നോക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും രണ്ടും കൂടി ചേർത്തിട്ട് വായിപ്പിക്കാം. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആണ് ടു പ്രൊവൈഡ് ജോബ് സെക്യൂരിറ്റി. നമ്മളുടെ തൊഴിലിൽ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത്. The main objective of the trade union is to protect the jobs of the employees. എംപ്ലോയീസിന്റെ ജോലി പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് ഒരു ട്രേഡ് യൂണിയന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
Trade unions come to help employees whenever an employee's job is likely to be terminated by the management. ഇപ്പോൾ ഒരു എംപ്ലോയീസിനെ ഒരു ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ പിരിച്ചുവിടുകയാണെങ്കിലും ആ ഒരു ടൈമിൽ ട്രേഡ് യൂണിയൻ ആ എംപ്ലോയിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും, തിരിച്ചെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ത്രൂ പണിഷ്മെന്റ് ലൈക്ക് ഡിസ്മിസൽ, ഡിസ്ചാർജ്, അത് ലേ ഓഫ്, റിട്രീറ്റ്മെന്റ് ഓർ കമ്പൽസറി ട്രീറ്റ്മെന്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പൊ ഡിസ്മിസൽ ചെയ്തു, അല്ലെങ്കിൽ ലേ ഔട്ട് ചെയ്തു, അല്ലെങ്കിൽ കമ്പൽസറി റിട്ടയർമെന്റ്, ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു എംപ്ലോയിനെ ഇങ്ങനെയൊക്കെ നമ്മൾ ഡിസ്മിസ് ചെയ്യുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ വരുമ്പോൾ ഈ ട്രേഡ് യൂണിയന് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ഈ എംപ്ലോയീസിനെ തിരിച്ച് ജോലിയിലേക്ക് എടുക്കാനായിട്ട് ഇവരെന്ത് ചെയ്യും, പല രീതിയിലുള്ള ഇപ്പൊ കളക്റ്റീവ് ബാർഗൈനിങ് ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ ഈ എംപ്ലോയീസിന്റെ ജോലിയിലേക്ക് തിരികെ എടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ട്രേഡ് യൂണിയൻസ് ചെയ്യുന്നു. ഇപ്പൊ ജോബ് സെക്യൂരിറ്റി ആണ് അവിടെ കൊടുക്കുന്നത്. ജോബ് പോകാതെ, അവരുടെ ജോലി നഷ്ടപ്പെടുത്താതെ, ഇനി ജോലി നഷ്ടപ്പെടുത്തുകയാണെങ്കിലും ആ നഷ്ടപ്പെടുത്തിയതിനകത്തോട്ട് ആ ജോലിയിലോട്ട് പ്രവേശിപ്പിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ട്രേഡ് യൂണിയൻസ് എംപ്ലോയീസിന് ചെയ്തു കൊടുക്കുന്നു. Then trade unions strongly resist such moves of management in order to protect employees' job. അതായത് ട്രേഡ് യൂണിയൻ ഇതുപോലെ എംപ്ലോയീസിന്റെ ജോലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. It can be said that trade unions are means of protection for employees which prevent them from irrational and harsh policies, procedures of the management and the company. അതുപോലെ തന്നെ എന്താണ്, എംപ്ലോയീസ്, കമ്പനി എംപ്ലോയീസിന് മേലെ ചുമത്തുന്ന ഹരാസ് പോളിസീസ്, അതായത് എന്താണ്, ഒരു നിയമപരമല്ലാത്ത നല്ല രീതിയിലല്ലാത്ത നടപടികൾ, യുക്തിരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള ആക്ഷനുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പോളിസികളും നയങ്ങളും അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സുകൾ, നടപടികളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട്, ജീവനക്കാരെ സംരക്ഷിക്കാൻ, അവരെ സേഫ് ആക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ട്രേഡ് യൂണിയൻസുകൾ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ജോലിയിൽ ഒരു സെക്യൂരിറ്റി ആണ് നമ്മൾ ട്രേഡ് യൂണിയൻ കൊടുക്കുന്നത്. പല രീതിയിലും ചിലപ്പോൾ എംപ്ലോയീസിന്റെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ട്രേഡ് യൂണിയൻ ആണ് അവര് ഒന്നിച്ചു നിന്ന് ഇവരുടെ പ്രശ്നങ്ങളിലൊക്കെ ഒന്നിച്ചു നിന്ന് അവരുടെ ആ ഒരു ജോബിന് ഒരു സെക്യൂരിറ്റി കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ജോബ് സെക്യൂരിറ്റി എളുപ്പമാണ് കേട്ടോ, വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മള് ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ ഒബ്ജക്റ്റീവും വായിക്കണം, രണ്ടാമത്തെ ഒബ്ജക്റ്റീവും വായിക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? ഫസ്റ്റ് രണ്ട് ഒബ്ജക്റ്റീവ്സ് വായിച്ചോ? ഓക്കെ, ഇനി മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് നോക്കാം. ടു പ്രിസർവ് ആൻഡ് ഡെവലപ്പ് ഫിസിക്കൽ സെക്യൂരിറ്റി. എംപ്ലോയീസിന് ഒരു ഫിസിക്കൽ സെക്യൂരിറ്റി കൊടുക്കുകയാണ്. ട്രേഡ് യൂണിയൻസ് ഓൾസോ വർക്ക് ഫോർ ദ അപ്കീപ്പ് ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് ആരോഗ്യപരമായിട്ടുള്ള ഒരു സുരക്ഷ ഉറപ്പാക്കുന്നു. In this regard, they talk to the management of the company to abide by provisions related to employee safety. Trade unions എന്ത് ചെയ്യുന്നു? കമ്പനിയിലെ മാനേജ്മെന്റുമാരോട് സംസാരിക്കുന്നത് എംപ്ലോയി സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസുകൾ എന്തൊക്കെയാണ് ഒരു സ്ഥാപനത്തില്
എംപ്ലോയീസിന് സുരക്ഷ കൊടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് മാനേജ്മെന്റിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. They also exert pressure for maintaining an appropriate physical environment at the workplace. വ്യക്തികള് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന വർക്ക് പ്ലേസിൽ ഒരു ഫിസിക്കൽ എൻവയോൺമെന്റ്, അതായത് ഒരു ശരിയായിട്ടുള്ള അല്ലെ ഒരു നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കാനും മാനേജ്മെന്റിന് പ്രഷർ ചെയ്യുന്നത് ആരാണ്? ഈ ട്രേഡ് യൂണിയൻസുകളാണ്. അപ്പൊ അവരുടെ ഫിസിക്കൽ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് എന്താണ് അവർക്കൊരു മാനേജ്മെന്റിനോട് പറയുന്നു. അതുപോലെ തന്നെ നല്ലൊരു വർക്ക് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റിനോട് സംസാരിക്കുന്നതും ട്രേഡ് യൂണിയൻസുകളാണ്. ഓക്കെ, അതാണ് ഫിസിക്കൽ സെക്യൂരിറ്റിയിൽ പറയുന്നത്. നാലാമത്തെ ഒബ്ജക്റ്റീവ് ടു പ്രൊവൈഡ് സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹികപരമായിട്ടുള്ള ഒരു സംരക്ഷണം, സോഷ്യൽ സെക്യൂരിറ്റി. നോക്കാം, trade unions try to help employees for a secure and peaceful life after retirement. അല്ലേ? ട്രേഡ് യൂണിയൻസ് ട്രൈ ചെയ്യുന്നത് എന്താണ്? എംപ്ലോയീസിന് സെക്യൂറുമാണ്, അതുപോലെ തന്നെ പീസ്ഫുൾ ലൈഫ് ആഫ്റ്റർ റിട്ടയർമെന്റ്. റിട്ടയർമെന്റിന് ശേഷം ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് ഈ ട്രേഡ് യൂണിയൻസ്. ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിന് വേണ്ടി ട്രൈ ചെയ്യുന്നത് ട്രേഡ് യൂണിയൻ ആണ്. എങ്ങനെയാണ്? ബൈ നെഗോഷിയേറ്റിംഗ് വിത്ത് മാനേജ്മെന്റ് of the company about proper retirement benefits and other allowance. മാനേജ്മെന്റുമായിട്ട് ചർച്ചകളൊക്കെ വെച്ചുകൊണ്ട് ഒരു എംപ്ലോയി റിട്ടയർമെന്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ലഭിക്കേണ്ട പ്രോപ്പർ ആയിട്ടുള്ള റിട്ടയർമെന്റ് ബെനിഫിറ്റ്സുകളും മറ്റ് അലവൻസുകളെ കുറിച്ച് മാനേജ്മെന്റിനോട് ചർച്ചകൾ വെച്ച് സംസാരിക്കുന്നു. Then trade union also ensure the management contributes and appropriate shares to statutory funds on regular basis. These funds help the employee protecting their future welfare. അതുപോലെ തന്നെ ബെനഫിറ്റ്സുകൾ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ട്സ് ഉദ്ദേശിക്കുന്നത് ഈ ബെനഫിറ്റ്സുകൾ നിയമാനുസൃതമായിട്ടുള്ള മറ്റ് ബെനഫിറ്റ്സുകളും മറ്റും ജീവനക്കാരുടെ അവരുടെ ഒരു ഭാവി അല്ലെ ഫ്യൂച്ചർ ലൈഫിനോട്ട് വേണ്ടി ഫ്യൂച്ചർ വെൽഫെയറിന് വേണ്ടിയിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാനും ട്രേഡ് യൂണിയൻ മാനേജ്മെന്റിനോട് ചർച്ചകളുടെ വഴിയും മറ്റു സംസാര മീറ്റിംഗ്സുകളൊക്കെ വെച്ചുകൊണ്ട് അവർക്കായിട്ടുള്ള എംപ്ലോയീസിന്റെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സുകളും മറ്റു അലവൻസുകളും കൊടുക്കാനായിട്ട് മാനേജ്മെന്റിനെ കൂടുതലായിട്ട് പ്രഷർ ചെയ്യുന്നത് ട്രേഡ് യൂണിയൻ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? സോഷ്യൽ സെക്യൂരിറ്റി. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. മൂന്നാമത്തെ ഒബ്ജക്റ്റീവും നാലാമത്തെ ഒബ്ജക്റ്റീവും വായിച്ചു നോക്കാം. ഇത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു പോകേണ്ട കാര്യമില്ല കേട്ടോ. മാക്സിമം അതിൽ സിമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എക്സ്ട്രാ അതിൽ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. മാക്സിമം അതില് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഷോർട്ട് ആക്കിയിട്ട് കൊടുത്തിരിക്കുന്നത്. പറയുന്നത് ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ? ഇതിൽ കൂടുതൽ എന്താ പറയാ വിശദീകരണത്തിന്റെ ആവശ്യമുണ്ടോ അവിടെ? കുഴപ്പമില്ലല്ലോ? പ്രോപ്പർ ആയിട്ട് അതിൽ എന്താണോ ഉള്ളത് ഞാൻ അത് തന്നെയാണ് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതിൽ കൂടുതൽ കാര്യം എന്താ പറയാ ഓരോ പോയിന്റും അതിന്റെ ഉള്ളിൽ കുറെ പോയിന്റ്സുകൾ ഉണ്ട്. ഇനി ഞാൻ എന്റെ പേരില് കുറച്ചുകൂടി കൂടുതൽ വിശദീകരണം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നോക്കാൻ പറ്റില്ല. കൂടുതൽ അത് ടഫായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ മാക്സിമം സിമ്പിൾ ആയിട്ടാണ് ഓരോ പോയിന്റ്സും പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ആർക്കും ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും മനസ്സിലായില്ല എങ്കിലും നിങ്ങൾ ചോദിക്കണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള ഒരു എന്താ പറയാ നിങ്ങൾ ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നെക്സ്റ്റിലോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും വായിപ്പിച്ചിട്ട് അടുത്ത ഭാഗത്തോട്ട് പോകുന്നത്. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ച ഒബ്ജക്റ്റീവ് 3ഉം 4ഉം. ഓക്കെ, ഇനി 5ാമത്തെ ഒബ്ജക്റ്റീവ് നോക്കാം.
to provide emotional security. ഒരു emotional security provide ചെയ്യാണ്. Another important objective of trade union is to improve better the relations of employee and employer with each other. Employees ഉം employer തമ്മിൽ നല്ലൊരു better relations improve ചെയ്യിക്കാനായിട്ട് trade union help ചെയ്യുന്നു. They negotiate a lot on regular basis with the management of the company and resolve workplace grievances of the employee. അതായത് അവര് ട്രേഡ് യൂണിയൻ നെഗോഷിയേറ്റ്, അതായത് റെഗുലർ ആയിട്ട് ഒരുപാട് ചർച്ചകളും മറ്റും മാനേജ്മെന്റിനോട് നടത്തുന്നു. ചർച്ചകളിലൂടെ റിസോൾവ് വർക്ക് പ്ലേസ് ഗ്രീവ്നസ്, വർക്ക് പ്ലേസിൽ എംപ്ലോയീസിനുണ്ടാവുന്ന പ്രശ്നങ്ങള് ഈ ചർച്ചകളിലൂടെ പരിഹരിക്കുന്നു. എങ്ങനെ? ബൈ യൂസിങ് പ്രോപ്പർ മീൻസ് ആൻഡ് thus they are able to create a cordial relationship between the superior and subordinates. superior അതായത് മേലുദ്യോഗസ്ഥരും അതിന്റെ താഴെ പ്രവർത്തിക്കുന്ന കീഴുദ്യോഗസ്ഥന്മാരും തമ്മിൽ നല്ലൊരു കോഡിയൽ ആയിട്ടുള്ള സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലൂടെ അവിടെയുള്ള എംപ്ലോയീസിന്റെ പ്രശ്നങ്ങള് ഈ ട്രേഡ് യൂണിയൻസിന്റെ ചർച്ചകളിലൂടെ പരിഹരിക്കുന്നു. Thus, trade union is an effective tool for maintaining emotional security of the employees as it ensures peace and harmony at the workplace successfully. So, trade union എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂൾ ആണ്. എന്തിനു വേണ്ടി? ഇമോഷണൽ സെക്യൂരിറ്റി, എംപ്ലോയീസിന്റെ വർക്ക് പ്ലേസിൽ ഒരു നല്ലൊരു ഹാർമണി, ഒരു ഐക്യവും സമാധാനവും കൊണ്ടുവരാനും അവരുടെ ഇമോഷണൽ സെക്യൂരിറ്റിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂളാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഇമോഷണൽ സെക്യൂരിറ്റി എന്താണെന്ന്? ആ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, കുറച്ച് വലിയ പോയിന്റ് ആണല്ലോ, ഒന്ന് വായിച്ചു നോക്കാം. ടു പ്രൊവൈഡ് ഇമോഷണൽ സെക്യൂരിറ്റി. സ്പീഡ് കൂടുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ ആണോ? ഇല്ല, പ്രശ്നമില്ലല്ലോ. ഞാൻ ചിലപ്പോ വായിക്കുമ്പോ എന്റെ ഒരു ഫ്ലോയില് സ്പീഡ് കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. കുഴപ്പമില്ല അല്ലെ? ഓക്കെ. നമ്മൾ ചില കാര്യങ്ങളെ പറഞ്ഞു പോകുമ്പോ ചിലപ്പോ ആ ഒരു ഫ്ലോയില് സ്പീഡ് ചെറുതായിട്ടൊക്കെ കൂടി പോകും കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ മതി സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ. ഓക്കെ, വായിച്ചോളൂ കേട്ടോ. അഞ്ചാമത്തെ പോയിന്റ് വായിക്കാം. നെക്സ്റ്റ് അടുത്ത ഒബ്ജക്റ്റീവ് ആണ് ടു മെയിൻറ്റെയിൻ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, രാഷ്ട്രീയ സ്വാധീനം നിലനിർത്തുന്നത്. All the trade union associated with different political party of the country. അല്ലെ, എല്ലാ ട്രേഡ് യൂണിയനുകളും നമ്മുടെ രാജ്യത്തിലെ പാർട്ടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. They do so in order to increase their leverage of bargaining powers. Leverage എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് അവരുടെ ആ ഒരു എന്താ പറയാ ഒരു വിലപേശൽ വർദ്ധിക്കുന്നതിൽ. ലിവറേജ് ബാർഗിംഗ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മൾ ചർച്ചകളോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ പറഞ്ഞല്ലോ വിലപേശലുകള്, ചർച്ചകള്, അതില് എന്താണ് ചർച്ചകളുടെ ശക്തി വർദ്ധിപ്പിക്കുമ്പോൾ ആ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഈ ഒരു ട്രേഡ് യൂണിയൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. Nowadays, having connection and relation with various political parties has become a common feature of trade union. ട്രേഡ് യൂണിയനിലെ ഒരു കോമൺ ഫീച്ചർ ആണ്. അതില് എന്താണ് വേരിയസ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ ഈ ഒരു ആ പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിട്ട് ട്രേഡ് യൂണിയൻ നല്ല കണക്ഷൻ ഉണ്ട്. Sometimes trade unions seem to be working as partners and associates of political parties. അല്ലേ, എന്താ ഇവിടെ പറയുന്നത്? അതായത് ചില സമയത്ത് ഇതുപോലെ പൊളിറ്റിക്കൽ പാർട്ടീസും ഇതിലെ മെമ്പർ ആയിരിക്കുന്നു. Then it can be said the political power thus gained by union is used to the benefit of employee and in order to protect their interest. അല്ലേ, അതായത് ട്രേഡ് യൂണിയനുകൾ നേരിടുന്ന ഒരു രാഷ്ട്രീയ അധികാരം, അതായത് പാർട്ടികളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും ഈ യൂണിയനിൽ.
അപ്പോ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈ പാർട്ടികളും കൂടി അതിൽ ഇടപെടുന്നു. ചർച്ചകൾ നെഗോഷിയേഷനൊക്കെ വെക്കുമ്പോൾ ചർച്ചകളില്ല ഈ ഒരു ട്രേഡ് യൂണിയന്റെ ഒപ്പം തന്നെ ഈ പാർട്ടികളും കൂടി ഇവരുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്നു. സോ നമ്മൾക്ക് എന്താണ് എംപ്ലോയീസിന്റെ നേട്ടങ്ങൾക്കും അതുപോലെ തന്നെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അവര് ഈ ഒരു നേട്ടങ്ങൾ മീൻസ് ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനും മറ്റും ട്രേഡ് യൂണിയന്റെ ഒപ്പം ഈ പൊളിറ്റിക്കൽ പാർട്ടികളും കൂടി സപ്പോർട്ട് ചെയ്യുന്നു, ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ ട്രേഡ് യൂണിയനും പൊളിറ്റിക്കൽ പാർട്ടിയും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, അടുത്തത് കൂടി നമുക്ക് വായിക്കാം. കംപ്ലീറ്റ് ആയത് ടു എൻഷുർ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി ആൻഡ് അവിടെ തിരുത്തിയായിരുന്നോ നിങ്ങള്? ഇക്വിറ്റി എന്നാക്കിയോ ടെക്സ്റ്റില്? എൻക്വയറി അല്ല, ഇക്വിറ്റി എന്നാക്കാം കേട്ടോ. ടു എൻഷുർ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി ആൻഡ് ഇക്വിറ്റി. Regular elections are conducted in trade unions to elect their leaders. ട്രേഡ് യൂണിയനിലും റെഗുലർ ആയിട്ടുള്ള ഇലക്ഷൻസുകളൊക്കെ വെക്കും. ദെൻ അവിടുത്തെ ഒരു ലീഡർ അവർ നമ്മൾ ഇലക്ഷൻസിലൂടെ തിരഞ്ഞെടുക്കുന്നു. ദിസ് പ്രാക്ടീസ് പ്രൊമോട്ട്സ് ഡെമോക്രാറ്റിക് വാല്യൂസ് എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്. സോ ഇങ്ങനെ നമ്മൾ ഇലക്ഷനൊക്കെ വെച്ച് നമ്മൾ ഒരു ലീഡറെ തിരഞ്ഞെടുക്കുന്നത് ഡെമോക്രാറ്റിക് വാല്യൂവിനെ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അല്ലെ അതിനകത്ത് മെമ്പേഴ്സിന്. ഇപ്പൊ നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിലും കോളേജിലാണെങ്കിലും ഇലക്ഷനൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ലീഡറെ തിരഞ്ഞെടുക്കാറില്ലേ? ഇല്ലേ? സ്കൂളിലാണെങ്കിലും അതുപോലെ കോളേജിലൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യും? ഇലക്ഷൻ വെക്കും. എങ്ങനെയാണ്? അതൊക്കെ നമ്മളൊരു ഡെമോക്രാറ്റിക് വാല്യൂസിനെ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അല്ലെ? നമ്മളുടെ ഒരു ജനാധിപത്യത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈക്വൽ ആയിട്ട് എല്ലാവർക്കും വോട്ട് ചെയ്യാനായിട്ടുള്ള അധികാരമൊക്കെ ഉണ്ട് അല്ലെ? അപ്പോ അതിനൊക്കെ ആ ഒരു മൂല്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത്. സോ ട്രേഡ് യൂണിയനിലും നമ്മൾ ഈ ഡെമോക്രാറ്റിക് വാല്യൂവിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അതിലെ മെമ്പേഴ്സിന് ഇതുപോലെ അവരുടെ ലീഡറെ മെമ്പേഴ്സിന് തന്നെ തിരഞ്ഞെടുക്കാം. It also gives due power to lower level employees to take part in decision making process in an indirect way. സോ അപ്പോ ഈ ഡിസിഷൻ മേക്കിംഗ് ഇപ്പൊ ഒരു ലീഡറെ തിരഞ്ഞെടുക്കാൻ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് അതിന് അവകാശമുണ്ട് അല്ലെ? എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഈ ഒരു ഇലക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. ബൈ ചൂസിങ് ദെയർ ലീഡർ അല്ലെ? ലീഡറെ തിരഞ്ഞെടുക്കാനായിട്ട് അവിടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഉണ്ട്. Then this exercise ensures that each and every member of the union may become an office bearer of union. ഈ ഒരു പ്രക്രിയയിലൂടെ ഓരോ അംഗത്തിനും ഓരോ ഭാരവാഹികളാകാനൊക്കെ കഴിയുന്നു. അതായത് എപ്പോഴും ഒരാൾ തന്നെ ലീഡറായിട്ട് ഇരിക്കില്ലല്ലോ. നമ്മൾ പറഞ്ഞു റെഗുലർ ആയിട്ടുള്ള ഇലക്ഷൻ നടത്തും. അപ്പൊ ചിലപ്പോൾ ഓരോ വർഷവും ഭാരവാഹികൾ മാറിക്കൊണ്ടിരിക്കും. ഓഫീസ് ബിയർ എന്ന് വെച്ചാൽ ഇതുപോലെ ചുമതലയുള്ള ആളുകൾ അല്ലെ? ഇപ്പൊ എപ്പോഴും ഒരാൾ തന്നെ ലീഡറായിട്ട് നിൽക്കില്ല. ചിലപ്പോൾ അത് ഓരോ വർഷത്തിലും ഇതുപോലെ അവര് ഇലക്ഷൻ വെച്ചുകൊണ്ട് പ്രതിനിധികളെ തിരഞ്ഞെടുക്കും. സോ അതിനകത്ത് മെമ്പേഴ്സിന് ആർക്കെങ്കിലും ആയിട്ട് മാറി ഇതുപോലെ ഭാരവാഹികളൊക്കെ ആയിട്ട് ചുമതലയേൽക്കാനൊക്കെ സാധിക്കും. ദാറ്റ് ഈസ് ഹി ക്യാൻ ടേക്ക് പാർട്ട് ഇൻ എ കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ് വിത്ത് ഹിസ് എംപ്ലോയർ. എംപ്ലോയറിന്റെ ഒപ്പം തന്നെ കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സിൽ മെമ്പേഴ്സിനും അതിൽ ഇൻക്ലൂഡ് ആകാം, ജോയിൻ ചെയ്യാം. Thus, it can be said that trade union always aim at attaining industrial democracy, equity and peace among all the employees and employers. So ഇങ്ങനെ ഒരു ട്രേഡ് യൂണിയനിൽ എല്ലാ ജീവനക്കാർക്കും എംപ്ലോയീസിനും അതുപോലെ തന്നെ എംപ്ലോയർക്കും തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും ഒരു ജനാധിപത്യം അല്ലെങ്കിൽ എന്താണ് ഒരു പീസ്, ഒരു സമാധാനം അല്ലെ? അങ്ങനെയുള്ളൊരു അന്തരീക്ഷം, ഇക്വിറ്റി, ഇതെല്ലാം കൈവരിക്കാനായിട്ട് നമ്മൾ ട്രേഡ് യൂണിയൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഇക്വിറ്റി, ഡെമോക്രസി എന്ന് ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട് റെഗുലർ ആയിട്ടുള്ള ഇലക്ഷൻ നടത്തുന്നു. നമുക്ക് എല്ലാവർക്കും അതിൽ മെമ്പേഴ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇതിന് ഓരോ വർഷവും മെമ്പേഴ്സ് ഭാരവാഹികൾ മാറിക്കൊണ്ടിരിക്കും. ഓരോ മെമ്പേഴ്സിനും ഈ ലീഡർ എന്നുള്ളൊരു സ്ഥാനം നേടാനായിട്ട് സാധിക്കുന്നു. വായിച്ചു നോക്കാം കേട്ടോ, ലാസ്റ്റത്തെ ഒബ്ജക്റ്റീവ് വായിച്ചു നോക്കാം.
ഓക്കെ, നമ്മൾ ഒബ്ജക്റ്റീവ്സ് ആണ് നോക്കിയത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രേഡ് യൂണിയൻസ് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. ടു പ്രൊവൈഡ് ഇൻകം സെക്യൂരിറ്റി, എംപ്ലോയീസിന് ഇൻകം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാം. ദെൻ ടു പ്രൊവൈഡ് ജോബ് സെക്യൂരിറ്റി, അല്ലെ, ജോലിയിലുള്ള ഒരു സുരക്ഷ ഉറപ്പു നൽകുക. പിരിച്ചുവിടലും അതുപോലെ തന്നെ എന്താണ് പേ ഓഫ് ഒക്കെ ചെയ്യുമ്പോൾ എംപ്ലോയീസിന്റെ ഒപ്പം നിന്നുകൊണ്ട് അവർക്ക് വേണ്ടുന്ന ഒരു ജോബ് സെക്യൂരിറ്റി നൽകുക. ടു പ്രിസർവ് ആൻഡ് ഡെവലപ്പ് ഫിസിക്കൽ സെക്യൂരിറ്റി, എംപ്ലോയീസിന് ഫിസിക്കൽ സെക്യൂരിറ്റി നൽകണം. അതുപോലെ തന്നെ ടു പ്രൊവൈഡ് സോഷ്യൽ സെക്യൂരിറ്റി, then to provide emotional security, to maintain political influence, to ensure industrial democracy and equity. Clear ആണ് ഒബ്ജക്റ്റീവ്സ്? ഒബ്ജക്റ്റീവ്സ്, ആ 7 ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കണം കേട്ടോ. ഡാർക്കൻ ചെയ്ത് എഴുതിയിട്ടുണ്ടല്ലോ, ആ മെയിൻ ആയിട്ടുള്ള 7 ഒബ്ജക്റ്റീവ്സ് പഠിക്കണം. ഇതിനുള്ളിലുള്ളത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞത് റോൾ ആൻഡ് ഫങ്ഷൻ ഓഫ് ട്രേഡ് യൂണിയൻ. നമ്മൾ ട്രേഡ് യൂണിയന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, അതിന്റെ ഒബ്ജക്റ്റീവ്സുകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു, അല്ലെ. ഇനി നമ്മൾ നോക്കുന്നത് ഫങ്ഷൻസ് ആണ്. അപ്പൊ ഫങ്ഷൻസും ഇതെല്ലാം ഏകദേശം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ വീണ്ടും വരുന്നത്. സോ ഫങ്ഷൻസ് അല്ലെങ്കിൽ റോള് എന്തൊക്കെയാണ് ട്രേഡ് യൂണിയന്റെ? പേര് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ആദ്യം മിലിറ്റന്റ് ഫങ്ഷൻ, then fractional function, political functions, ancillary function. 4 ഫംഗ്ഷൻ ആണ്. അതിന്റെ ഉള്ളിൽ സബ് പോയിന്റ്സുകളും കൂടി ഉണ്ട് കേട്ടോ. മെയിൻ ആയിട്ട് 4 ഫംഗ്ഷൻ ആണ്. മിലിറ്റന്റ് ഫംഗ്ഷൻ, ഫ്രാക്ടേണൽ ഫംഗ്ഷൻ, പൊളിറ്റിക്കൽ ഫംഗ്ഷൻ ആൻഡ് ആൻസിലറി. 4 ഫംഗ്ഷൻസുകൾ. ഇനി ഓരോ ഫംഗ്ഷൻസിന്റെ ഉള്ളിൽ അതിന്റെ സബ് പോയിന്റ്സുകളും കൂടി ഉണ്ട് നോക്കാം കേട്ടോ. അപ്പൊ ആദ്യത്തെ ഫംഗ്ഷൻ നോക്കാം, മിലിറ്റന്റ് ഫംഗ്ഷൻ. എന്താ militant function എന്ന് നോക്കാം. It refers to various activities that are undertaken by trade union for their members, better economic future and conceive working conditions in their employment. ഇവിടെ പറയുന്നത് ഈ മിലിറ്റന്റ് ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതിലെ മെമ്പേഴ്സിന്, ട്രേഡ് യൂണിയനിലെ മെമ്പേഴ്സിന് മെച്ചപ്പെട്ട ബെറ്റർ ഇക്കണോമിക് ഫ്യൂച്ചർ, അല്ലെ, മെച്ചപ്പെട്ട ഒരു ഫ്യൂച്ചറിലെ ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അനുകൂലമായിട്ടുള്ള കൺസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുകൂലമായിട്ടുള്ള തൊഴിൽ സാഹചര്യങ്ങളും വർക്കിംഗ് കണ്ടീഷൻസുകളും ഉറപ്പാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് മിലിറ്റന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എംപ്ലോയീസിന് എന്താണ് ഫ്യൂച്ചറിൽ നല്ലൊരു ഇക്കണോമിക് ലഭിക്കാനും സാമ്പത്തികമായിട്ടുള്ള ഒരു ഭാവി ലഭിക്കുന്നതിനും ദെൻ ബെറ്റർ വർക്ക് കണ്ടീഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഫസ്റ്റ് മിലിറ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ അതില് such activities have the following main aims. ഇനി ഈ മിലിറ്റന്റ് ഫംഗ്ഷനിൽ വരുന്ന പ്രവർത്തനങ്ങളാണ് താഴെ പറയുന്നത്. 3 പ്രവർത്തനങ്ങൾ നോക്കാം. To ensure increased wages and better workplace condition. Wages increase ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് workplace conditions better ആക്കുക. Then to increase stature of employees in the industry. എന്നോട് പറയുന്നത് to increase the stature, അതായത് നിലവാരം ബെറ്റർ ആക്കാൻ, എംപ്ലോയീസിന്റെ നിലവാരം കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ. നിലവാരം ബെറ്റർ ആക്കണമെങ്കിൽ എന്ത് വേണം? അവർക്ക് വേജസും മറ്റും ഇൻക്രീസ് ചെയ്തുകൊണ്ട് എന്ത് വേണം? അവരുടെ ജീവിത നിലവാരം ബെറ്റർ ആക്കാം. Then to safeguard workers against victimization and injustice. വിക്ടിമൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വിക്ടിമൈസ് ഇരയാകുന്നത്, അതായത് ഇപ്പോൾ എംപ്ലോയീസിനെ പല രീതിയിലും ഇരകളാക്കുന്നതിൽ നിന്നും മറ്റ് ഇൻജസ്റ്റിസ് അനീതിയിൽ നിന്നും അവർക്കെതിരെ വരുന്ന അനീതിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും അവരെ സുരക്ഷിതരാക്കുക. ഈ 3 കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഈ 3 പ്രവർത്തനങ്ങളാണ് മിലിറ്ററി ഫംഗ്ഷനിൽ പറയുന്നത്. എംപ്ലോയീസിന്റെ ഇക്കണോമിക് ഫ്യൂച്ചറിലുള്ള ഒരു ഇക്കണോമിക് സാമ്പത്തിക ഭാവി, അതുപോലെ തന്നെ എന്താണ് വർക്ക് പ്ലേസ് കണ്ടീഷൻ ബെറ്റർ ആക്കുക. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന 3 കാര്യങ്ങളാണ് താഴെ പറഞ്ഞത്. വേജ് വർദ്ധിപ്പിക്കണം, വർക്ക് പ്ലേസ് കണ്ടീഷൻ ബെറ്റർ ആക്കാം, അതുപോലെ തന്നെ എന്താണ് എംപ്ലോയീസിന്റെ നിലവാരം വർദ്ധിപ്പിക്കണം, ഇരയാക്കുന്നതിനും അതുപോലെ തന്നെ എന്താണ് എംപ്ലോയീസിനെതിരെയുള്ള അനീതികൾ അതിൽ നിന്നും അവരെ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യുക. ഓക്കെ, ആണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. ക്ലിയർ ആണ് ഒന്നാമത്തെ ഫംഗ്ഷൻ? ഓക്കെ ആണോ? വായിച്ചു നോക്കുക കേട്ടോ, വായിച്ചു നോക്കുക, മനസ്സിലാക്കി വായിക്കുക. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ.
Okay, complete ചെയ്തു. Then next അടുത്ത ഫംഗ്ഷൻ ആണ് ഫ്രാക്ടേണൽ ഫംഗ്ഷൻ. ഫ്രാക്ടേണൽ മീൻസ് സാഹോദര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അത് തന്നെ സാഹോദര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. These are another type of activities which are taken up by these unions in order to help its members in enhancing their efficiency and at the time when they are needed. അതായത് രണ്ടാമത്തെ ഫ്രാക്ഷണൽ ഫംഗ്ഷനിൽ പറയുന്നത് മെമ്പേഴ്സിന്റെ കാര്യക്ഷമത എഫിഷ്യൻസി വർദ്ധിപ്പിക്കണം, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ സമയത്ത് ഹെൽപ്പ് ചെയ്യുക. മെമ്പേഴ്സിന് ആവശ്യമായിട്ട് വരുന്ന ടൈമിൽ ഹെൽപ്പ് ചെയ്യുക. Then these unions make efforts to promote cooperation and enhance cordial relations among industries. Industries തമ്മിൽ നല്ലൊരു സൗഹാർദ്ദപരമായിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. They also impart education and culture to their members. So മെമ്പേഴ്സിന് അവരെന്ത് ചെയ്യുന്നു? എഡ്യൂക്കേഷനും മറ്റ് കൾച്ചേഴ്സും സംസ്കാരങ്ങളും പകർന്നു കൊടുക്കുന്നു. Such functions involves the following activities. ഫ്രാക്ടേണൽ ഫംഗ്ഷനിൽ പറയുന്ന പ്രവർത്തനങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. Undertaking motivational welfare measures. എംപ്ലോയീസിന് മോട്ടിവേഷണൽ കൊടുക്കുക. Boosting self-confidence of workers. വർക്കേഴ്സിന് എന്ത് ചെയ്യാം? ബൂസ്റ്റ് ചെയ്യാണ്. സെൽഫ് കോൺഫിഡൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് വർക്കേഴ്സിനെ ബൂസ്റ്റ് ചെയ്യണം. Appreciating discipline and sincerity of employees. എംപ്ലോയീസിന്റെ അച്ചടക്കത്തെയും അതുപോലെ തന്നെ അവരുടെ സിൻസിയർ ആത്മാർത്ഥതയെയും അഭിനന്ദിക്കണം. നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. Then creating growth and promotion opportunities. അല്ലെ, ഗ്രോത്തിന് വേണ്ടിയിട്ടും എംപ്ലോയീസിന്റെ വളർച്ചയ്ക്ക് പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസും മറ്റും കൊടുക്കുക. Protecting female employees from discrimination. ഫീമെയിൽ എംപ്ലോയീസിന് ഡിസ്ക്രിമിനേഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക. ഇത്രയും പ്രവർത്തനങ്ങളാണ് നമ്മള് ഫ്രാക്ടേണൽ ഫംഗ്ഷൻസിൽ പറയുന്ന പ്രവർത്തനങ്ങൾ. ഇത് കൂടുതലായിട്ട് പറയുന്നത് നല്ലൊരു റിലേഷൻഷിപ്പ്, കോഡിയൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്സ് ഇൻഡസ്ട്രികളുമായിട്ടും എംപ്ലോയീസും എംപ്ലോയർക്ക് തമ്മിൽ കീപ്പ് ചെയ്യുക. ക്ലിയർ ആണോ ഫ്രാക്ടേണൽ ഫംഗ്ഷൻ? വായിച്ചു നോക്കുക കേട്ടോ. രണ്ടാമത്തെ ഫംഗ്ഷൻ വായിക്കാം. ഓക്കെ, ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ നോക്കാം. പൊളിറ്റിക്കൽ ഫംഗ്ഷൻ. നമ്മൾ നേരത്തെ ഓൾറെഡി ഒബ്ജക്റ്റീവിൽ നമ്മൾ പഠിച്ചു. പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ട് ട്രേഡ് യൂണിയന് കണക്ഷൻ ഉണ്ട്. ദെൻ ചർച്ചകൾക്കും കളക്റ്റീവ് ബാർഗൈനിങ്ങായിട്ട് നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. These functions relate to association of trade union with a political party and helping political party by bringing more members to it. ഈ പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് ബന്ധിപ്പിച്ച് ഒരുപാട് മെമ്പേഴ്സിന് നമുക്ക് ട്രേഡ് യൂണിയനിലോട്ട് ലഭിക്കുന്നു. Then donation, collection and taking the help of political parties during strikes and lockouts are also political functions of trade union.
ട്രേഡ് യൂണിയന്റെ പൊളിറ്റിക്കൽ ഫങ്ഷൻസ് ആണ് ഈ പറയുന്ന സ്ട്രൈക്സ് എടുക്കുന്നത്, ലോക്കൌട്ട്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. ഇതെല്ലാം പൊളിറ്റിക്കൽ പാർട്ടിയെ മുൻനിർത്തിക്കൊണ്ടാണ്. Then political function involves എന്തൊക്കെയാണ് പൊളിറ്റിക്കൽ ഫങ്ഷൻസ് ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ? Influencing government policy, decision towards interest and welfare of workers. അല്ലെ, അതായത് എംപ്ലോയീസിന്റെ താല്പര്യത്തിനും അതുപോലെ തന്നെ അവരുടെ വെൽഫെയറിന് വേണ്ടി തീരുമാനങ്ങൾ, അവരുടെ ആ ഒരു തീരുമാനങ്ങളെയൊക്കെ സ്വാധീനിക്കുന്നു, അവരോടൊപ്പം സപ്പോർട്ട് ചെയ്യുന്നു. Contribution in the formulation of the policies as well as their implementation is the duty of trade union. അതായത് ആ പോളിസികളൊക്കെ നടപ്പാക്കാനായിട്ട് സംഭാവനകൾ കൊടുക്കുന്നതും then പോളിസികളൊക്കെ നടപ്പാക്കുന്നതും ട്രേഡ് യൂണിയന്റെ ചുമതലകളാണ്. In many countries, unions are greatly interested in political process of the government and try to participate in it actively. ചില രാജ്യങ്ങളിൽ യൂണിയനുകൾ സർക്കാരിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. The status of economic and social development decide what would be the type and extent of participation of union is the political process of the government. അതായത് ഒരു സാമൂഹിക സാമ്പത്തിക വികസനത്തെ, നമ്മുടെ ഗവൺമെന്റിന്റെ ആ ഒരു വികസനത്തെ ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസ് ട്രേഡ് യൂണിയന്റെ ഒപ്പം നിന്നുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസോടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. വായിച്ചു നോക്കാം കേട്ടോ മൂന്നാമത്തെ ഫംഗ്ഷൻ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇനി നാലാമത്തെ ഫംഗ്ഷൻ നോക്കാം. ആൻസിലറി ഫംഗ്ഷൻ. ആൻസിലറി എന്ന് പറഞ്ഞാൽ അതുമായിട്ട് അനുബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ചുമതലകൾ, ഫംഗ്ഷൻസുകൾ. Nowadays, union have acquired representative functions other than their usual function. Some of the trade unions are trying to enhance the area of their services in order to create value in the eyes of their members. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത്തരത്തിലുള്ള ഇപ്പൊ പൊളിറ്റിക്കൽ ഫംഗ്ഷൻസും മറ്റ് പല ഫംഗ്ഷൻസിലൂടെ ട്രേഡ് യൂണിയൻ അവരുടെ പ്രവർത്തനങ്ങൾ കാണിക്കുന്നു. അതുപോലെ തന്നെ കുറച്ചും കൂടി അവരുടെ മെമ്പേഴ്സിന്, ട്രേഡ് യൂണിയനിലെ മെമ്പേഴ്സിന് ഈ ട്രേഡ് യൂണിയന്റെ വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രവർത്തനങ്ങളും കൂടി ഈ ട്രേഡ് യൂണിയൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നു. Various services that are provided by them include legal and financial advice as well as how to improve one's skills. ലീഗൽ ആയിട്ടും ഫിനാൻഷ്യൽ ആയിട്ടുള്ള അഡ്വൈസുകൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഒരു എംപ്ലോയീസിന്റെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ കൊടുക്കുന്നു. These new functions of trade unions are known as ancillary function. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു പ്രവർത്തനങ്ങളെയൊക്കെയാണ് നമ്മൾ അനുബന്ധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. These can be categorized under the following heads. ഇനി മറ്റനുബന്ധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് താഴെ പറയുന്നത്. First one, welfare activities. ക്ഷേമത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ. These are various type of welfare measures which are taken up by many unions. ഒരുപാട് യൂണിയൻസ്, ട്രേഡ് യൂണിയൻസുകൾ വെൽഫെയർ മെഷറിന് വേണ്ടിയിട്ട് എംപ്ലോയീസിന് കൊടുക്കുന്ന പ്രവർത്തനങ്ങളാണ്. This include എന്തൊക്കെയാണെന്ന് നോക്കാം. Providing houses, mutual funds,
cooperative stores, cultural programs, setting up cooperative housing societies, banking and other medical facilities. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളും എംപ്ലോയീസിന് വേണ്ടി ട്രേഡ് യൂണിയൻസ് കൊടുക്കുന്നു. ഹൗസസ് കുറിച്ച് കൊടുക്കുന്നു, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സ്റ്റോറ്, കൾച്ചറൽ പ്രോഗ്രാംസുകൾ അറേഞ്ച് ചെയ്യുന്നു എന്നിങ്ങനെയുള്ള പ്രോഗ്രാംസുകളൊക്കെ നമ്മൾ യൂണിയൻ കൊടുക്കുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് ആ എംപ്ലോയീസിന്റെ മെമ്പേഴ്സിന്റെ ഒരു യൂണിയന്റെ വാല്യൂ മനസ്സിലാക്കാൻ, അല്ലെ, പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരു റെപ്യൂട്ടേഷന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങള് ട്രേഡ് യൂണിയൻസ് കൊടുക്കുന്നത്. These activities also include വീണ്ടും എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ട്രെയിനിങ് ഫോർ വുമൺ ഇൻ വേരിയസ് ക്രാഫ്റ്റ് ആൻഡ് സ്കിൽസ്. വുമൻസിനാണെങ്കിൽ ക്രാഫ്റ്റ് അവരുടെ കഴിവുകളൊക്കെ വെച്ചിട്ടുള്ള ക്രാഫ്റ്റും അങ്ങനെ കരകൗശല മേഖലയിലൊക്കെ വർക്ക് ട്രെയിനിങ്സ് കൊടുക്കുന്നു. ദെൻ ഫാമിലി ഇൻകം അതുവഴി അവർക്ക് കൂട്ടാനായിട്ട് സാധിക്കുന്നു. There are certain unions which are quite active in the field of welfare measures. അതുപോലെ പല സ്ഥലങ്ങളിലായിട്ട് പല ഏരിയകളിലായിട്ട് ഇതുപോലെയുള്ള ട്രേഡ് യൂണിയനുകൾ വെൽഫെയറിന് വേണ്ടിയിട്ട് കുറെ പ്രോഗ്രാംസുകൾ ചെയ്യുന്നുണ്ടെന്ന്. അതിലൊന്നാണ് TLA. അഹമ്മദാബാദിലാണ് TLA, ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ. അതായത് അവിടെ ടെക്സ്റ്റൈൽ ലേബേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ്. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അവിടെ ചെയ്തു കൊടുക്കുന്നു. This association is working to organize self-employed women through another setup called self-employed women association. കേട്ടോ, സെൽഫ് എംപ്ലോയിഡ് വുമൻസിന് വേണ്ടിയിട്ട് ഒരു അസോസിയേഷൻ ഉണ്ട്, SEWA, സെൽഫ് എംപ്ലോയിഡ് വുമൻസ് അസോസിയേഷൻ. ഒന്ന് അണ്ടർലൈൻ ചെയ്തേ കേട്ടോ, SEWA അണ്ടർലൈൻ ചെയ്യുക. അതുപോലെ TLA, ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ, അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തേ കേട്ടോ. രണ്ട് കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യണം, ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷനും ദെൻ സെൽഫ് എംപ്ലോയിഡ് വുമൻസ് അസോസിയേഷൻ. ഇത് യൂണിയനുകൾ കൊടുക്കുന്ന എന്താണ് പ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കുന്ന അസോസിയേഷൻസുകളാണ്. Then and they have also started banking service for this purpose. ഇതിന് വേണ്ടിയിട്ടുള്ള ബാങ്കിങ് സർവീസസുകളും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നു. വായിച്ചു നോക്കാം കേട്ടോ. നാലാമത്തെ ആൻസിലറി ഫംഗ്ഷനും വായിക്കാം. അതിനകത്ത് ഫസ്റ്റ് വെൽഫെയർ ആക്ടിവിറ്റീസും വായിക്കാം. കംപ്ലീറ്റ് ചെയ്തോ?
Okay, then രണ്ടാമത്തെ നോക്കാം education. Workers become aware of their environment through education. Certain attempts are taken in this regard by the unions. Trade unions launch various educational programs for employees in order to inform them about the problems and matters of their concerns. Trade unions, educational programs, various ആയിട്ടുള്ള educational programs employeesന് വേണ്ടിയിട്ട് നമ്മൾ ട്രേഡ് യൂണിയൻസ് നൽകുന്നു. അവരുടെ പ്രോബ്ലംസും അവരുടെ പ്രശ്നങ്ങളും അവരുടെ ആശങ്കകളൊക്കെ ഇത് മനസ്സിലാക്കാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. This program also includes such subjects or topics which can be a great help of workers, such as their rights and responsibilities. So, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ അവരുടെ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും മനസ്സിലാക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. The participation scheme of workers and grievance redressal mechanism relevant in their organization. So, കമ്പനിയിലെ തൊഴിലാളികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള പ്രോഗ്രാംസുകൾ അവർക്ക് എന്താണ് നടപ്പാക്കാനും മീൻസ് അവരുടെ റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടി ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. When it talks about the education of member workers, it covers all area of their lives. അല്ലെ, അതായത് ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടലി അവരുടെ ജീവിതത്തിലുടനീളം അത് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. It works for improving their social lives. അവരുടെ സോഷ്യൽ ലൈഫിനെ ഇംപ്രൂവ് ചെയ്യുന്നു. Makes them aware about the environment. അവരുടെ എൻവയോൺമെന്റിനെ മനസ്സിലാക്കാനും increase their knowledge. അവരുടെ അറിവ് വർദ്ധിപ്പിക്കാനും especially regarding issues that are utmost importance to them, their basic rights and duties. അവരുടെ basic rights and duties മനസ്സിലാക്കാനും അവരെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ് the participation scheme workers and the government is also being helped by some central organization in executing various schemes related to education of workers of the company. അതുപോലെ തന്നെ സർക്കാരിന്റെ അല്ലെ മറ്റു വ്യവസായങ്ങളിലെ പോലെ തന്നെ സർക്കാരും അതുപോലെ തന്നെ എന്താണ് കമ്പനിയിലെ തൊഴിലാളികളുടെ വിദ്യാഭ്യാസ മേഖലകളൊക്കെ ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ സർക്കാരിനെ ഹെൽപ്പ് ചെയ്യാനും ഈ ഒരു ട്രേഡ് യൂണിയൻസ് സർക്കാരിന്റെ ഒപ്പം ഇതുപോലെ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസുകൾ കൊടുക്കാനായിട്ട് സർക്കാരിനെ അവരെ ഹെൽപ്പ് ചെയ്യുന്നു ട്രേഡ് യൂണിയൻസുകൾ. വായിച്ചു നോക്കാം കേട്ടോ എഡ്യൂക്കേഷൻ. Okay, then next നോക്കാം publication of periodicals, news, letter or magazine in order to communicate the policies and viewpoints on various important issues to the members. Large unions get a newsletter, magazine or periodicals is published. അല്ലെ, അതായത് ഈ പറയുന്ന അതായത് വിവിധ വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള എംപ്ലോയീസിന്റെയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു നയങ്ങളും കാഴ്ചപ്പാടുകളും എംപ്ലോയീസിനെ അറിയിക്കുന്നതിനായിട്ട് വലിയ വലിയ ട്രേഡ് യൂണിയൻസുകളാണെങ്കിൽ ഇതുപോലെ മാഗസിൻസുകളും ന്യൂസ് ലെറ്ററുകളും അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുന്നു. These tools also help them to communicating personal events such as births, deaths, marriage, promotions and other achievements of member workers. അല്ലേ,
അതായത് ഇപ്പൊ പ്രൊമോഷൻസോ ബർത്ത് ഡെത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാനായിട്ട് ഈ ഒരു മാഗസിൻസുകൾ വഴിയൊക്കെ അവര് ചെയ്യുന്നു. ദെൻ റിസർച്ച് ലാസ്റ്റ് വേണം കൂടി ഒന്ന് പറയാം കേട്ടോ, കംപ്ലീറ്റ് ചെയ്യണം ആ പോയിന്റ്സുകൾ. റിസർച്ച് updated information needs to be collected in a systematic manner in a trade union. The collected information should then be minutely analyzed for the negotiation process. Union leaders must know about the productivity of its members and the wage practices that are prevalent in their industry as well as other industries in a similar nature. Research നടത്താണ്, അതായത് ട്രേഡ് യൂണിയൻസുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വിവരങ്ങളൊക്കെ സൂക്ഷിക്കണം. ഈ വിവരങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യണം. അതാണ് ഈ റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു വ്യവസായങ്ങളിലെ സാലറിയെ കുറിച്ചും അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ എന്ത് വേണം ഒന്ന് ചർച്ച ചെയ്യണം. അതിനെ കുറിച്ചൊക്കെ റിസർച്ച് നടത്തുകയാണ്. They need this knowledge in order to put forward the demands of wage increase for workers. Most of the union conduct their own homework in these aspects by considering the practical aspects, especially the day-to-day workplace issues, etc. തൊഴിലാളികൾക്ക് അവരുടെ ആ ഒരു സാലറി ഇൻക്രീസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതും മറ്റും ഈ ഒരു അറിവ് വേണമെന്ന്. കാരണം മറ്റുള്ള കമ്പനികളിൽ എങ്ങനെയാണ് അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇപ്പൊ സാലറിയിൽ നമ്മൾ ചെയ്യുന്ന സെയിം ജോലി മറ്റൊരു കമ്പനിയിൽ അവർക്ക് എത്രയാണ് സാലറി കൊടുക്കുന്നത്, അതായത് അവർക്ക് കൊടുക്കുന്ന ബെനഫിറ്റ്സുകൾ ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തൊഴിലാളികൾക്ക് അവരുടെ ഇൻക്രീസ് ചെയ്യാനോ സാലറി ഇൻക്രീസ് ചെയ്യാനോ അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള റിസർച്ചുകൾ നടത്തുന്നത്. ഇത് വായിച്ചു നോക്കാം കേട്ടോ, പബ്ലിക്കേഷനും റിസർച്ചും വായിക്കണം. കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? നമ്മൾ ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ടൈപ്സ് ഓഫ് ട്രേഡ് യൂണിയൻ ആണ്. കുറച്ചും കൂടി ഭാഗങ്ങൾ ഇനി ട്രേഡ് യൂണിയൻ എടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രേഡ് യൂണിയൻ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടുത്തൊരു ടോപ്പിക് ആണ് വരുന്നത്. സോ ടൈപ്സ് ഓഫ് ട്രേഡ് യൂണിയൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം അല്ലെ. ഒരുപാട് എടുത്തു, ഒരുപാടല്ല, 2 സെക്ഷൻ വെച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഒരുപാട് സ്ലോ ആയാലും നമ്മുടെ പോർഷൻസ് നീങ്ങിയില്ല. ഓക്കെ, എടുത്തത്രയും ക്ലിയർ ആണോ? നിങ്ങൾ ഓക്കെ പറയുന്നുണ്ട് എല്ലാവരും. അതനുസരിച്ചിട്ടാണ് ഞാൻ എടുത്തെടുത്ത് പോകുന്നത് കേട്ടോ. ഞാൻ വായിപ്പിക്കുന്നുണ്ട്, ഞാൻ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വായിപ്പിക്കുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ? ക്ലിയർ ആണോ പറയുന്നത്? ഓക്കെ ആണോ? ദെൻ അപ്പൊ നന്നായിട്ട് പഠിക്കണം കേട്ടോ. പഠിക്കാനായിട്ട് അത്യാവശ്യമുണ്ട്. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. വായിക്കാൻ നന്നായിട്ട് എഫേർട്ട് എടുക്കണം. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. Thank you. Thank you, Miss. Thank you, ma'am. Thank you, ma'am.